കോട്ടയത്ത് മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോൾ ഈ സമയത്ത് അമേരിക്കയ്ക്ക് പോകാതിരിക്കുക എന്ന ഒരു കോമൺ സെൻസ് പോലും അദ്ദേഹം കാണിച്ചില്ല. ഇവിടെ മെഡിക്കൽ കോളേജ് തകർന്നു വീഴുമ്പോഴത്തെ അമേരിക്ക കയറിപ്പോയിരിക്കുകയാണ്. തന്റെ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടി അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമെന്ന് പറയുകയും തന്റെ ശാരീരിക അതിജീവനത്തിന് വേണ്ടി ആ തെമ്മാടി രാഷ്ട്രത്തിലേക്ക് വിമാനം കയറുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതാണ്. എന്തുകൊണ്ട് BJPക്കും CPMനും ഒരേ DGP താല്പര്യമുള്ള ആളായി മാറുന്നു? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഖാക്കൾക്ക് ബോധമുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ അവസാനം കുറിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ വെറും 3 സീറ്റ് മാത്രമാണ്, വെറും 1.5% വോട്ട് ഷെയർ, 6%-ത്തിൽ നിന്നും 1.5%-ലേക്ക് കൂപ്പുകുത്തിയ അതേ നയവൈകല്യങ്ങൾ, നയവൈകൃതങ്ങൾ അവസാനത്തെ ശ്വാസത്തിലും CPM തുടരുന്നു എന്ന് പറയുമ്പോൾ CPM തെറ്റ് തിരുത്തുകയില്ല എന്നാണ്. ടാറ്റയ്ക്ക് വേണ്ടി ബംഗാൾ പണയം വെച്ച പാർട്ടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായിക്ക് വേണ്ടി കേരളം പണയം വെക്കരുത് എന്ന് കേരളത്തിലെ CPMകാരോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കുറെ കാലമായി കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവഹാര മണ്ഡലം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും CPMും തമ്മിലുള്ള നിരന്തരമായ ആശയ സംഘർഷത്തിൻ്റെ ഒരന്തരീക്ഷം, പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പുകളോ ഉപതെരഞ്ഞെടുപ്പുകളോ വരുമ്പോൾ അതതിൻ്റെ മൂർധന്യത്തിലെത്താറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 സംഘടനകൾ തമ്മിൽ എവിടെയും ഒരു ഏറ്റുമുട്ടലോ ഒരു സംഘർഷമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ പരസ്പരം വാദിയും പ്രതിയുമായി പ്രത്യക്ഷപ്പെടുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. CPM വളരെ ശുദ്ധമായ ഒരു ഭൗതിക പ്രസ്ഥാനമാണ്, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഭൗതിക പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. പ്രയോഗതലത്തിൽ ഉണ്ടോ എന്നതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തത്വമാണ് ഞാൻ പറയുന്നത്. അധികാര രാഷ്ട്രീയത്തിൽ പങ്കുകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണക്കാരുടെ ഭാഷയിൽ ഒരു മതപ്രസ്ഥാനം എന്ന് പറയും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അത് തന്നെ ഉദ്ധരിക്കുകയാണ്. ഇതൊരു മതസംഘടനയാണ്, രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇതൊരു ആത്മീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആത്മീയ ഉള്ളടക്കമുള്ള, മതകീയ ഉള്ളടക്കമുള്ള, ഇലക്ഷനിൽ മത്സരിക്കാത്ത ഒരു പ്രസ്ഥാനവും മറുഭാഗത്ത് ശുദ്ധ ഭൗതികമായ ഉള്ളടക്കമുള്ള, കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, കക്ഷി രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്ന, ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിൽ സാധാരണഗതിയിൽ പരസ്പരം ഒരു മുഖാമുഖം നിൽക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ ആരാണ് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും ഒരു അപരാധം ചെയ്യാൻ പാടില്ലാത്തത് CPMനോട് ചെയ്തതുകൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായ ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം അതിൻ്റെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും, നല്ലതും ചീത്തയുമായ എല്ലാ അസ്ത്രങ്ങളും എടുത്തുപയോഗിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിക്കാവുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നുപോലും ഉപേക്ഷിക്കാതെ, ഇന്നത്തെ ഏറ്റവും മ്ലേച്ഛമായ ഒരാരോപണമാണ് വർഗീയത എന്ന് പറയുന്നത്.
നമുക്കൊക്കെ അറപ്പുണ്ടാകുന്ന ഒന്നാണ് നമ്മളൊരു വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ഏറ്റവും മോശമായ ഒരു ക്വാളിറ്റിയാണ് ഒരു വ്യക്തി വർഗീയവാദിയായി മുദ്രകുത്തപ്പെടുക എന്നുള്ളത്. നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നത് ഇത്രയധികം വർഗീയത ആരോപണം ഉണ്ടായിട്ടും നമ്മളെ അറിയുന്ന ആളുകൾ നമ്മളെ വർഗീയവാദികളായി തെറ്റിദ്ധരിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് മോശമായ ആരോപണമാണ് വർഗീയവാദം. അതിനേക്കാൾ ഭീകരമായ ആരോപണമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. തീവ്രവാദികൾ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് തീവ്രവാദികൾ. ഇനി അങ്ങോട്ട് കടന്നാൽ ഭീകരവാദികൾ. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ഭീകരവാദികൾ. ഭീകരവാദികൾ എന്ന് വെച്ചാൽ ബഹുജനങ്ങളെയും നിരപരാധികളെയും കൊന്നൊടുക്കുന്ന, പൊതുജനങ്ങളിൽ ഭയവും ഭീകരതയും സൃഷ്ടിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുക. ഈ ചാപ്പയെല്ലാം നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പുറത്ത് CPM ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് മതകീയമായ ചില ചാപ്പകളുമുണ്ട്. ഇവർ മത തീവ്രവാദികളാണ്. ആദ്യം പറഞ്ഞ രാഷ്ട്രീയ തീവ്രവാദമാണ്. തീവ്രവാദം തന്നെ 2 സൈസുണ്ട്. മത തീവ്രവാദികളാണ് ഇവർ. മതരാഷ്ട്രവാദികളാണ്. ഗുരുതരമായ മറ്റൊരു മതരാഷ്ട്രവാദികളാണ്. ഈ രൂപത്തിൽ മത അധിഷ്ഠിതവും രാഷ്ട്രീയ അധിഷ്ഠിതവുമായ ഈ സകല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനമായ CPM ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നതിൻ്റെ ചേതോവികാരം എന്ത്? സ്വാഭാവികമായും ചിന്തിക്കാവുന്നതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കേവലം മതസംഘടനയല്ല. തീർച്ചയായിട്ടും മതകീയത അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു വശമാണ്. മതകീയത എന്ന് വെച്ചാൽ അതിൽ വിശ്വാസമുണ്ട്, അതിൽ ആരാധനകളുണ്ട്, അതിൽ അനുഷ്ഠാനങ്ങളുണ്ട്, അതിൽ പ്രാർത്ഥനയുണ്ട്, അതിൽ വ്രതാനുഷ്ഠാനമുണ്ട്, അതിൽ തീർത്ഥാടനമുണ്ട്, അതിൽ ദാനധർമ്മമുണ്ട്. ഇതൊക്കെ മതം എന്ന വിവക്ഷയിൽ വരുന്നതാണ്. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായ സമർത്ഥമായ ഒരു മതപരമായ ഉള്ളടക്കമുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളടക്കം കേവലം മതപരം മാത്രമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് വളരെ കൃത്യമായ സാമൂഹികമായ ഉള്ളടക്കമുണ്ട്. സാമ്പത്തിക മേഖലയെപ്പറ്റി, അഴിമതിയെപ്പറ്റി, കുറ്റകൃത്യങ്ങളെപ്പറ്റി, സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ കൃത്യമായ ഒരു സാമൂഹിക നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു മതസംഘടന മാത്രമല്ല. മതസംഘടനയല്ല എന്നല്ല പറയുന്നു, മതസംഘടന മാത്രമല്ല, അതൊരു സാമൂഹിക പ്രസ്ഥാനമാണ്. സാമൂഹിക പ്രസ്ഥാനം മാത്രവുമല്ല, അതൊരു സാമൂഹിക പ്രസ്ഥാനം കൂടിയാണ്. അതിനോടൊപ്പം അതിന് രാഷ്ട്രീയ ഉള്ളടക്കവും ഉള്ള ഒരു പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ ഉള്ളടക്കം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന് മതകീയമായ ഉള്ളടക്കമുണ്ട്, അതിന് സാമൂഹികമായ ഉള്ളടക്കമുണ്ട്, അതിന് രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ സമൂഹത്തിൽ കാണുന്ന മതകീയമായ അരുതായ്മകളെ ജമാഅത്തെ ഇസ്ലാമി ചോദ്യം ചെയ്യും. ഈ സമൂഹത്തിൽ കാണുന്ന സാമൂഹികമായ അരുതായ്മകളെ ജമാഅത്തെ ഇസ്ലാമി ചോദ്യം ചെയ്യും. ഈ സമൂഹത്തിൽ കാണുന്ന രാഷ്ട്രീയ അരുതായ്മകളെ ജമാഅത്തെ ഇസ്ലാമി ചോദ്യം ചെയ്യും. അങ്ങനെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു കേവല മതസംഘടനയുടെയോ പരിമിതമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ
അത് ലക്ഷ്യമായി സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ സാങ്കേതികമായ ഭാഷയിൽ ഇഖാമത്തുദ്ദീൻ എന്നതാണ്, ഇസ്ലാമിൻ്റെ സംസ്ഥാപനം എന്നതാണ്. ഇസ്ലാമിൻ്റെ സംസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സമുദായത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ആ മൂല്യങ്ങൾ പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയും ആ മൂല്യങ്ങൾ പ്രബോധനം ചെയ്യുകയും ആ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി കാണുന്ന വിഷയത്തെ വളരെ ശക്തമായി എതിർക്കുകയും നിരൂപണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും നിലപാടുണ്ട് എന്നതുപോലെ തന്നെ ഇലക്ഷൻ രാഷ്ട്രീയത്തിലും അതിന് നിലപാടുണ്ട്. ഇലക്ഷൻ രാഷ്ട്രീയത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് നിലപാടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി 1979-77 വരെയും ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ വോട്ടവകാശം വിനിയോഗിച്ചില്ല. കാരണം ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്താവ്യമായ വലിയ തിന്മകളൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അവരെ എതിർക്കാൻ ശക്തിയുള്ള ശക്തമായ ഒരു ദേശീയ പ്രതിപക്ഷവും ഈ രാജ്യത്തില്ല. ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ രംഗത്ത് മൗനം പാലിച്ചു. ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആരെയെങ്കിലും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 75-77 കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നിലനിന്ന അടിയന്തരാവസ്ഥ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ പോളിസിയിൽ കാര്യമായ ഒരു മാറ്റം വരുത്തി. അതുവരെയും ഇലക്ഷനിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതില്ല, ഇലക്ഷനിൽ ഏതെങ്കിലും പാർട്ടിയെ പിന്തുണയ്ക്കേണ്ടതില്ല, ഏതെങ്കിലും പാർട്ടിയെ പ്രത്യക്ഷത്തിൽ എതിർക്കേണ്ടതില്ല എന്ന ന്യൂട്രൽ നിലപാട് ഒഴിവാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇലക്ഷനിൽ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നയപരമായ വികാസം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് വോട്ട് ചെയ്തത്. ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് വോട്ട് ചെയ്തത്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM-കാർ ഓലപ്പാമ്പ് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇന്ദിരാഗാന്ധി ആരായിരുന്നു? ഞാനാണ് ഇന്ത്യ. അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഭാഷയിൽ ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന മൗലികാവകാശങ്ങൾ വരെയും റദ്ദ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുക എന്നതുപോലും മൗലികാവകാശമല്ല എന്ന് അടിയന്തരാവസ്ഥയിൽ ഉത്തരവിറക്കി. അത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ അന്നത്തെ 6 അംഗ ബെഞ്ചിൽ 5 അംഗ ബെഞ്ചും അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി മൗലികാവകാശം, ജീവിക്കുവാനുള്ള മൗലികാവകാശം വരെയും റദ്ദ് ചെയ്ത ഭരണഘടനാ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ HR ഖന്ന എന്ന് പറയുന്ന ഒരൊറ്റ ജഡ്ജിയാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് ഖന്ന. HR ഖന്ന മാത്രമാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിധി എഴുതാൻ ധൈര്യം പ്രകടിപ്പിച്ച ഏക ജഡ്ജി. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പോലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിധി എഴുതുവാനുള്ള ഒരു ധൈര്യമൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ വന്ന എഡിറ്റോറിയലിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മുതൽ ഇന്ത്യക്കാർ മഹാത്മാഗാന്ധിയുടെ പ്രതിമയല്ല സ്ഥാപിക്കേണ്ടത്, HR ഖന്നയുടെ പ്രതിമയാണ് സ്ഥാപിക്കേണ്ടത്. കാരണം ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിധിച്ച ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഡിസെൻഡിങ് ജഡ്ജ്മെന്റാണ് HR ഖന്ന എഴുതിയത്.
നമ്മൾ ആലോചിച്ച് നോക്കണം അടിയന്തരാവസ്ഥയുടെ അവസ്ഥ. ആ HR ഖന്ന പ്രകടിപ്പിച്ച ആർജവമാണ് വളരെ ചെറിയ ഒരു പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥയുടെ സമഗ്ര ശക്തിയുമായി നിൽക്കുന്ന ആ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുമെന്ന് ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു. അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഇന്ദിരാഗാന്ധി വീണ്ടും പൂർവാധികം ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി നിരോധിച്ചു. എന്തിനു നിരോധിച്ചു? ജമാഅത്തെ ഇസ്ലാമിക്ക് അടിയന്തരാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു റോളുമില്ല. എന്തിനു നിരോധിച്ചു? ഇന്ന് CPM കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമീകരണമുണ്ടല്ലോ, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത എന്ന ഈ അപകടകരമായ സമീപനം, ആ സമീപനമാണ് ഇന്ദിരാഗാന്ധി എന്ന് പുറത്തെടുത്തത്. അടിയന്തരാവസ്ഥയിൽ RSSനെ ഇന്ദിരാഗാന്ധിക്ക് നിരോധിക്കേണ്ടതുണ്ടായിരുന്നു. RSSനെ നിരോധിക്കുമ്പോൾ അതൊരു ഹിന്ദു വിരുദ്ധ നയമായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി തൂക്കമൊപ്പിക്കുക എന്ന് പറയുന്ന അപകടകരമായ ഒരു നയം ഈ രാജ്യത്ത് തുടങ്ങി വെച്ച ഇന്ദിരാഗാന്ധിയാണ്. ആ അപകടകരമായ നയമാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് ഞാൻ ചുരുക്കി പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ രണ്ടാം ഘട്ടം അതാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി ദാരുണമായി പരാജയപ്പെട്ടു. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. തുടർന്നിങ്ങോട്ട് 2014 മോദി അധികാരത്തിൽ വരുന്നതുവരെ മറ്റൊരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തുപോയി BJP പൂർവാധികം ശക്തി അധികാരത്തിൽ വരുന്നത് വരെയുള്ള ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി വന്നു. വലിയ ഭൂരിപക്ഷമാണെങ്കിൽ പോലും അവസാനം അദ്ദേഹം വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. VP സിംഗ് വന്നു. മൊറാർജി മുഖ്യ പ്രധാനമന്ത്രിയായി. ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി. ആർക്കും പ്രധാനമന്ത്രിയാകാം എന്ന അവസ്ഥ വന്നത് ആ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ആർക്കും പ്രധാനമന്ത്രിയാകാം. ഈ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്ത് കമ്പൾസറി സ്റ്റെറിലൈസേഷൻ അടക്കമുള്ള കൊടും ക്രൂരതകൾ അഴിച്ചുവിട്ട് ഇപ്പൊ 50 ആണ്ട് തികയുകയാണ്. അപ്പൊ കോൺഗ്രസിന്റെ പ്രതിച്ഛായ മറ്റൊന്നായിരുന്നു. സ്വാഭാവികമായും ഈ നീണ്ട കാലഘട്ടം ജമാഅത്തെ ഇസ്ലാമി പ്രതിപക്ഷത്തിനാണ് വോട്ട് ചെയ്തത്. ആ പ്രതിപക്ഷ വോട്ടിന്റെ മുഖ്യ ഗുണഭോക്താക്കൾ ഇടതുപക്ഷമായിരുന്നു. CPM ആയിരുന്നു. ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നു. 2014 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മൂന്നാം ഘട്ടം തുടങ്ങുകയാണ്. കോൺഗ്രസ് വളരെ ദുർബലമായി. പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാത്ത രൂപത്തിൽ വെറും 40 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. മോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ ഒറ്റപ്പാർട്ടി അധികാരം പിടിച്ചടക്കിയതോടുകൂടി രാഷ്ട്രീയത്തിന്റെ മൂന്നാം ഘട്ടം, രാഷ്ട്രീയത്തിലെ മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് സംഘപരിവാറിനെ ചെറുക്കുക എന്ന, അത് നമ്മുടെ ഇന്ത്യയിലെ നന്മേച്ഛുക്കളായ മുഴുവൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി മാറി സംഘപരിവാറിനെ ചെറുക്കുക എന്നത്. സ്വാഭാവികമായും ആ കാലഘട്ടം മുതൽ സംഘപരിവാറിനെ ചെറുക്കുവാൻ മറുഭാഗത്തുള്ളതിൽ ശക്തമായ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും 2014 മുതൽ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും കോൺഗ്രസ് പാർട്ടിയും അതിന്റെ മുന്നണിക്കും വോട്ട് ചെയ്യുവാൻ തുടങ്ങി. സ്വാഭാവികമായും മുഖ്യമായ കോൺഗ്രസിനും ആ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവർക്കുമായിരിക്കും വോട്ട് ചെയ്യുക. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ സംഘപരിവാറിനെ വെല്ലുവിളിക്കാൻ എന്തെങ്കിലും കഴിവിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. മറുഭാഗത്ത് CPM-ന്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഒരു ഭാഗ്യമില്ലാത്ത ഒരു പാർട്ടിയാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലാതിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിന്റെ നിരന്തരമായ ഭരണമായിരുന്നു. നിരന്തരമായ ഭരണം, തുടർ ഭരണം. ആർക്ക് കിട്ടിയാലും അവർ ഭരണം ദുഷിപ്പിക്കും, അധികാരം ദുഷിപ്പിക്കും, കൂടുതൽ അധികാരം കൂടുതൽ ദുഷിപ്പിക്കും. അപ്പൊ നിരന്തരമായി 30 വർഷത്തോളം 47 മുതൽ 77 വരെയുള്ള നീണ്ട 30 വർഷം
കോൺഗ്രസിന് അധികാരം കിട്ടുകയും മറുഭാഗത്തെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷമില്ലാതിരിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് കോൺഗ്രസ് ജീർണിക്കുകയും ശിഥിലമാവുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് മറുഭാഗത്ത് സംഘപരിവാർ വളർന്നു വന്നത്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഒരു വിടവ് അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷമാകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവർ അഡ്രസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിയുമായിരുന്നു. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ രാജ്യത്തിലെ പിന്നോക്ക, ദുർബല, പട്ടികജാതി, പട്ടികവർഗ, ദളിത് വിഭാഗം അനുഭവിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡനമായിരുന്നു ഈ രാജ്യത്തിലെ ഒന്നാമത്തെ സാമൂഹിക പ്രശ്നം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഏറ്റെടുത്തില്ല. അത്തരം സമരങ്ങളെ ജാതി സമരമായി അത് മുദ്രകുത്തി. പിന്നോക്ക വിഭാഗത്തിന്റെ അതിജീവന പോരാട്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതീയതയായി മുദ്രകുത്തി. രണ്ടാമത്തത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നു. മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, സിഖുകാർ, ഈ ന്യൂനപക്ഷങ്ങൾ ഇവിടത്തെ വർഗീയവാദികളിൽ നിന്നും RSS നിന്നും നേരിടുന്ന ഭീഷണിയായിരുന്നു. അതിനെയും അഡ്രസ് ചെയ്യുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിനെ അഡ്രസ് ചെയ്തവരെ വർഗീയവാദികളായി മുദ്രകുത്തി, മതവർഗീയവാദികളായി മുദ്രകുത്തി. വർഗീയ പീഡനത്തെ ചെറുത്തവരെ മതവർഗീയവാദികളായി മുദ്രകുത്തുകയും ജാതീയ പീഡനത്തെ ചെറുത്തവരെ ജാതിവാദികളായി മുദ്രകുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ചരിത്രത്തിലെ ഹിമാലയൻ മണ്ടത്തരം, ഒന്നല്ല പല ഹിമാലയൻ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ആ ഹിമാലയൻ മണ്ടത്തരം ചെയ്തുകൊണ്ട് കേവലം കമ്പനി തൊഴിലാളികളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ലേബർ യൂണിയനായി CPM ചുരുങ്ങിപ്പോയതുകൊണ്ട് CPM-ന് ഈ രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷമാകാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും CPM-ന് ഇന്ത്യയിലെ 2-3 സംസ്ഥാനത്ത് ശക്തമായ അധികാരം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അതിലൊന്നാണ് കേരളം. ലോകത്താദ്യമായി ജനാധിപത്യത്തിൽ കൂടി അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റാണ് 57-ലെ EMS ഗവൺമെന്റ്. ലോകത്തിൽ ആദ്യമായി വന്നു. ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷനിൽ കൂടിയല്ല അധികാരത്തിൽ വരിക. കാരണം അവർ സർവാധിപത്യ പ്രസ്ഥാനമാണ്. അവർ കേന്ദ്രീകൃതമായ ജനാധിപത്യത്തിന്റെ വക്താക്കളാണ്. ജനകീയ ജനാധിപത്യമല്ല. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസത്തിന്റെ ചരിത്രം കേരളത്തിൽ അവസാനിക്കുമോ എന്നിടത്ത് എത്തി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കേരളത്തിൽ തന്നെ അവസാനിക്കുമോ എന്ന ഒരു ആശങ്ക നമുക്ക് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന് പിടികൂടുകയും അതിന്റെ ഭയാനകമായ മനോവിഭ്രാന്തിയാണ് ഇപ്പോൾ അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മനോവിഭ്രാന്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ, നേരത്തെ ശംസുദ്ദീൻ സൂചിപ്പിച്ചു, 2004-ൽ 43 പാർലമെന്റ് സീറ്റ്, 11 രാജ്യസഭാ സീറ്റ്, 5.66% വോട്ട്, അഥവാ 6% വോട്ടും 54 പാർലമെന്റ് അംഗങ്ങളുമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരുന്നു 2004-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ സീറ്റ് മുഴുവൻ അവർക്ക് കിട്ടിയത് ത്രിപുര, ബംഗാൾ, കേരളം, 1-2 സീറ്റ് ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കിട്ടി. ഇത് മുഴുവൻ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണം, നിരന്തരമായ ഭരണം ഏതൊരു വിഭാഗത്തെയും നശിപ്പിക്കുന്നത് മാതിരി 35 വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ത്രിപുരയിൽ ഭരിച്ചത്. 34 വർഷമാണ് ഒരു പ്രതിപക്ഷവുമില്ലാതെ ബംഗാളിൽ ഭരിച്ചത്. ഉള്ളത് ആലോചിച്ച് നോക്കണം. ഒന്നാമത്തേന് നയപരമായി പാലിച്ചാണ് നേരത്തെ പറഞ്ഞത്. രണ്ടാമത്, ഈ കിട്ടിയ അധികാരം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, തുടർ ഭരണം അവരെ അഹങ്കാരികളാക്കി മാറ്റി. 2006-08 കാലഘട്ടത്തിലാണ് നന്ദിഗ്രാം സിംഗൂർ പ്രശ്നം, ടാറ്റയുടെ നാനോ ഫാക്ടറി, അതിനെതിരെ വലിയ സമരം
മമതയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അന്ന് നന്ദിഗ്രാം മേഖലയിലെ CPM-ന്റെ രാജാവ് സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരി CPM-ന്റെ നന്ദിഗ്രാമിലെ മുടിചൂടാമന്നൻ. ഇന്ന് ആ സുവേന്ദു അധികാരി ബംഗാളിലെ BJP-യുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ ആലോചിക്കണം, ഇവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് CPM-കാർ പെട്ടെന്ന് BJP രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് പെട്ടെന്ന് CPM-കാർ ഹിന്ദുത്വത്തിന്റെ വക്താക്കളായി മാറുന്നു? എന്തുകൊണ്ട് ഒരു CPM പ്രവർത്തകന് വളരെ പെട്ടെന്ന് ഹിന്ദുത്വത്തിന്റെ വക്താക്കളായി മാറും? നമ്മളോർക്കും CPM കടുത്ത ഹിന്ദുത്വ വിരുദ്ധ. അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് ഹിന്ദുത്വത്തിലേക്ക് മാറാൻ കഴിയുന്ന ഒരാന്തരികമായ ബോധവൽക്കരണത്തിൽ കൂടിയാണ് CPM അനുയായികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം മതങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ട്, ഇസ്ലാമിനോട് ശക്തമായ വിയോജിപ്പുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും മതങ്ങളും ഇസ്ലാമും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അടിയന്തരാവസ്ഥ വരെ CPM അത്യന്തം പ്രതികൂലമായ മുസ്ലിം വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. 84-ലെ ശരീഅത്ത് പ്രക്ഷോഭം, ഏക സിവിൽ കോഡ്, അന്ന് CPM-ന്റെ നിലപാടെന്തായിരുന്നു? സംഘ് പരിവാറിന്റെ അതേ നിലപാടായിരുന്നു. അന്ന് നമ്മൾ CPM-നോട് പറഞ്ഞു, ഈ സംഘ് പരിവാർ നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത്, ഇത് അപകടകരമാണ് നിങ്ങൾക്ക്. പക്ഷേ രാജ്യവ്യാപകമായി CPM ഭയങ്കരമായ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘ് പരിവാറിന് ഏറ്റവും വഴിമരുന്നിട്ട് കൊടുക്കുകയല്ല, വഴി വെട്ടിത്തെളിച്ചു കൊടുത്തത് 84-ലെ ഈ ശരീഅത്ത് പ്രക്ഷോഭമായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ബന്ധപ്പെട്ട അനുയായികളുടെ മനസ്സിലേക്ക് മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ, ബാബറി മസ്ജിദ് വന്നപ്പോൾ എന്താണ് അവർ ചെയ്തത്? അതൊരു കെട്ടിടം പള്ളിയാക്കണോ അമ്പലമാക്കണോ എന്നുള്ള തർക്കമാണ് എന്നാണ് EMS പ്രസംഗിച്ചത്. നമ്മൾ പറഞ്ഞു, അല്ല, ഇത് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രശ്നമാണ്. ഏക സിവിൽ കോഡ് വാദം എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്യുലറിസത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് CPM-കാർക്ക് മനസ്സിലായില്ല. അവരാ നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും CPM കടുത്ത എതിർ നിലപാടാണ് സ്വീകരിച്ചത്. 67-ൽ ഒരുമിച്ച് ഭരിച്ച മുസ്ലിം ലീഗിനെ അവർ കടുത്ത വർഗീയ പ്രസ്ഥാനമാക്കി ചിത്രീകരിച്ചു. അപ്പൊ അവരുടെ പാർട്ടി കേഡറുകളിൽ അവർ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ഒരു ഭാഗത്ത് മുസ്ലിം പ്രശ്നങ്ങളിൽ മുഴുവൻ പ്രതിലോമപരമായ നിലപാട് കുത്തി നിറച്ചുകൊണ്ട് ഒരു മതവിരുദ്ധത, ഇസ്ലാം വിരുദ്ധത അവരുടെ അനുയായികളിൽ അവർ കുത്തി നിറയ്ക്കുകയാണ്. ഇത് തന്നെയാണ് മറുഭാഗത്ത് BJP-യും ചെയ്തുകൊണ്ടിരിക്കുന്നത്. JP വർഗീയമായ മുസ്ലിം വിരുദ്ധത കുത്തി നിറയ്ക്കുമ്പോൾ CPM ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ന്യൂനപക്ഷ മുസ്ലിം വിരുദ്ധത അനുയായികളിൽ കുത്തി നിറയ്ക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് ഫലം. അത് ഇനിയെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ അവസാനത്തെ കരിന്തിരി കത്തുവാൻ പോകുന്ന ഈ കൊച്ചു കേരളത്തിലെ CPM ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ CPM ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മാറല്ല എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാറരുത്. ഈ കൊച്ചു കേരളത്തിൽ CPM-ന് ആവശ്യമുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾ ജമാഅത്തിനെ ചീത്ത പറയുമ്പോഴും CPM തകരരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തകർന്നാൽ അവിടെ കയറി വരാൻ മറുഭാഗത്തൊരു മമതാ ബാനർജി ഇല്ല, ഇവിടെ BJP കയറി വരും. ത്രിപുരയിൽ തകർന്നു. 35 വർഷം ത്രിപുരയിൽ ഭരിച്ചു, തകർന്നുപോയി. ആരാണ് വന്നത്? BJP-കാരൻ. മമത ഇല്ല അവിടെ. നന്ദിഗ്രാം സിന്ദൂർ സമരം നടന്നപ്പോൾ അവിടുത്തെ എഫക്റ്റഡ് പാർട്ടികളിൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതൃത്വം, അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സലീം, അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നന്ദിഗ്രാം സിന്ദൂർ സമരം നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. ടാറ്റയ്ക്ക് നാനോ ഫാക്ടറിക്ക് സ്ഥലം വേറെ എവിടെയും കിട്ടും, നിങ്ങൾക്ക് വോട്ട് ബംഗാളിൽ നിന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ ബുദ്ധദേവ് അത് സ്വീകരിച്ചില്ല. അവസാനം എന്തായി? 2004-ൽ നിന്നും 2006-8 നന്ദിഗ്രാം, 2011-ലെ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് 5.66 എന്നതിൽ നിന്നും 1.76 കുറഞ്ഞു. 4% വോട്ട് CPM-ന് നഷ്ടപ്പെട്ടു ബംഗാളിലും ത്രിപുരയിലും. ഇപ്പോൾ CPM-ന്റെ പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് പാർലമെന്റിൽ വെറും 8 പേരാണ്. 5 രാജ്യസഭാ സീറ്റ്, 3 പാർലമെന്റ് സീറ്റ്,
ശംസുദ്ദീൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ എന്ന്. അത് രാധാകൃഷ്ണനാണ്. കേരളത്തിന്റെ പുറത്തൊന്ന് അമ്രാറാം സിക്കാർ രാജസ്ഥാൻ, രണ്ടാമത്തത് തമിഴ്നാട്ടിലെ സെൽവരാജ് നാഗപട്ടണം. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. 20 വർഷത്തോളം ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാറിനെതിരെ സംഘപരിവാറിന് ഫലപ്രദമായി ചെറുക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസിനെതിരെ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇപ്പോൾ അവർ അത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിഷേധിക്കുകയാണ് അവർ. ഈ രാജ്യത്തിലെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നേരത്തെ പറഞ്ഞ 2 നിയോജക മണ്ഡലത്തിലും, തമിഴ്നാട്ടിലെ നാഗപട്ടണത്തും രാജസ്ഥാനിലെ ഹിസാറിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർക്ക് നൽകുകയും അവർ സ്വീകരിക്കുകയും മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥികൾ നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ വരികയും ചെയ്തതാണ്. അവിടെ ജമാഅത്തിന്റെ കൂടെ വോട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാർലമെന്റിൽ കേരളത്തിൽ നിന്നും 1 സീറ്റ് മാത്രം. അന്ന് നമ്മുടെ AK ബാലൻ പറഞ്ഞല്ലോ, CPM-കാരോട് നിങ്ങൾ നന്നായി പണിയെടുത്ത് പാർലമെന്റിൽ നമ്മളുടെ അംഗങ്ങളെ എത്തിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും. അരിവാൾ ചിഹ്നം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള നല്ല ചിഹ്നങ്ങളെല്ലാം മറ്റു പാർട്ടിക്കാരെടുത്തു. കടുവയാകട്ടെ, കുതിരയാകട്ടെ, ആനയാകട്ടെ, ഇതൊക്കെ മറ്റുള്ളവരെടുത്തു. ഇനി അവശേഷിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും മാത്രമാണ്. ഈനാമ്പേച്ചിക്കും മരപ്പെട്ടിക്കും വോട്ട് ചെയ്യേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ പാർട്ടിക്കാരെ രംഗത്തിറങ്ങൂ. ഞാനിപ്പോൾ പറയുന്നു, വലിയ വായിൽ പ്രസംഗിച്ച് കിടക്കുന്ന നമ്മുടെ പിണറായി സഖാവും സ്വരാജ് സഖാവും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് രാജസ്ഥാനിലും നാഗപട്ടണത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഗതികേട് അവർക്കുണ്ടാകുമായിരുന്നു. ഇതാണ് അവസ്ഥ. ഈ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാൻ തയ്യാറല്ല. ഇത്രയ്ക്കും യാഥാർത്ഥ്യബോധമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, നന്ദിയില്ലാത്ത, അന്ധത ബാധിച്ച ഒരു പ്രസ്ഥാനമായി അവശേഷിക്കുന്ന കൊച്ചു കേരളത്തിൽ ഈ CPM മാറിയിരിക്കുകയാണ്. ഞാൻ വളരെ ദീർഘിപ്പിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ഇവർ 19 പാർലമെന്റിൽ ഉറഞ്ഞുതുള്ളി, 24 പാർലമെന്റിൽ ഉറഞ്ഞുതുള്ളി. ഈ തീവ്രവാദ പ്രസ്ഥാനമാണ്, ഭീകരവാദ പ്രസ്ഥാനമാണ്. UDF ഇതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. വടകരയിൽ ഉറഞ്ഞുതുള്ളി, പാലക്കാട് ഉറഞ്ഞുതുള്ളി, നിലമ്പൂരിൽ എങ്ങനെയൊക്കെയാണ് തുള്ളിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ പരാജയപ്പെട്ടു പോയ മുനയൊടിഞ്ഞ അതേ ആരോപണം വർഗീയ പിന്തുണ കൊണ്ട് വയനാട്ടിലും ഇത് തന്നെ ഉന്നയിച്ചു. ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് ജനങ്ങൾക്കത് ബോധ്യം വരുന്നില്ലെങ്കിൽ ഒരു പ്രഭാഷകൻ പ്രസംഗിച്ച് മൂർധൻ നാട്ടുകാർ പ്രഭാഷകനെ തല്ലി ഓടിച്ചു. അവസാനം അദ്ദേഹം ചോദിച്ചു, ശത്രുക്കളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ശത്രുക്കളെയാണോ തല്ലേണ്ടത്, എന്നെയാണോ തല്ലേണ്ടത് എന്ന സ്വഭാവത്തിൽ ചോദിച്ചതുമാതിരി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രസംഗിക്കും തോറും CPM-ന്റെ വോട്ട് കുറഞ്ഞു വരുന്ന അവസ്ഥ. അപകടകരമായ കളിയാണ് CPM കേരളത്തിൽ കളിക്കുന്ന. അവർക്കറിയാം, കേരളത്തിൽ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഈനാമ്പേച്ചിക്ക് പോലും വോട്ട് ചെയ്യേണ്ടി വരില്ല. ചരിത്രം അവസാനിക്കുകയാണ്. CPM-ന്റെ ചരിത്രം അവസാനിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും സംഘപരിവാറിന്റെ ബാലികേറാ മലയായി നിൽക്കുന്നത് UDF LDF സമവാക്യം കൊണ്ടാണ്. ഞങ്ങൾ അടിയുറച്ച് പറയുന്നു, കേരളത്തിൽ ജയിക്കേണ്ടതും തോൽക്കേണ്ടതും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF ആണ്. ജയിക്കേണ്ടത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, തോൽക്കേണ്ടതും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. രണ്ടാം സ്ഥാനത്തേക്ക് BJP വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. UDF-ഉം തകരരുത്. CPM-നെ സംബന്ധിച്ചിടത്തോളം UDF എന്നേക്കുമായി തകർന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അനന്തമായി ഭരണം കിട്ടുമെന്ന് ബംഗാളിൽ എങ്ങനെയാണ്? അവിടുത്തെ കോൺഗ്രസ് അതീവ ദുർബലമായിരുന്നു. അതീവ ദുർബലമായ കോൺഗ്രസ് ആണെങ്കിൽ ആജീവനാന്തം ഭരിക്കാമെന്ന് വിചാരിച്ചിട്ട് സംഭവിച്ചെന്താ? തൃണമൂൽ വന്നതുകൊണ്ട് ആ സ്റ്റേറ്റ് രക്ഷപ്പെട്ടു. കേരളത്തിലും അവർ ആഗ്രഹിക്കുന്നത് UDF തകരണം. സംഘപരിവാറും ആഗ്രഹിക്കുന്ന കേരളത്തിൽ UDF തകരണം. സംഘപരിവാറിന് ഇന്ത്യയിൽ CPM ഒരു ഭീഷണിയേ അല്ല.
ആകെ 3 സീറ്റുള്ള സംഘപരിവാർ CPM-ന് പാർലമെന്റിൽ CPM എങ്ങനെയാണ് സംഘപരിവാർ ഭീഷണിയാവുക? സംഘപരിവാറിനെ ചെറുക്കാൻ CPM-നെ കഴിയൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് തോന്നുക, നമുക്ക് ചിരിയാണ് വരിക. കോൺഗ്രസ് കൊണ്ട് മാത്രമേ കഴിയൂ. അപ്പൊ സ്വാഭാവികമായും UDF ഇവിടെ നിലനിൽക്കേണ്ട അനിവാര്യമാണ്, മറുഭാഗത്ത് LDF നിലനിൽക്കേണ്ട അനിവാര്യമാണ്. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP കരവരാൻ കഴിയാത്തത്. ഈ സമവാക്യം തെറ്റിക്കുവാൻ വേണ്ടി ഇപ്പോൾ തുടർ ഭരണം അവരെ അഹങ്കാരികളാക്കിയിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് അത്യന്തം ജനവിരുദ്ധമായ സർക്കാരാണ്. നമുക്കറിയാമല്ലോ, കോട്ടയത്ത് മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോൾ ഈ സമയത്ത് അമേരിക്കയ്ക്ക് പോകാതിരിക്കുക എന്ന ഒരു കോമൺ സെൻസ് പോലും അദ്ദേഹം കാണിച്ചില്ല. ഇവിടെ മെഡിക്കൽ കോളേജ് തകർന്നു വീഴുമ്പോഴത്തെ അമേരിക്ക കയറിപ്പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം നിലമ്പൂരിൽ അമേരിക്കയും ഇസ്രായേലും തെമ്മാടി രാഷ്ട്രം എന്ന് പ്രസംഗിച്ചത്. തെമ്മാടി രാഷ്ട്രം തന്നെ, സംശയമൊന്നുമില്ല. നിലമ്പൂരിൽ ഇലക്ഷന് വേണ്ടി തെമ്മാടി രാജ്യമെന്ന് പ്രസംഗിക്കുക, തന്റെ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടി അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമെന്ന് പറയുകയും തന്റെ ശാരീരിക അതിജീവനത്തിന് വേണ്ടി ആ തെമ്മാടി രാഷ്ട്രത്തിലേക്ക് വിമാനം കയറുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വന്യജീവി ആക്രമണം ഈ കൊല്ലം 50 പേരാണ് മരിച്ചത്. ഏതാണ്ട് 300-400 ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കേരളം വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ? നിസ്സംഗമായ ഒരു സമീപനം, ഇവിടത്തെ തെരുവു നായകളുടെ സമീപനം. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അടുത്ത ഇലക്ഷനിൽ CPM വരുമോ എന്ന് കേരള കോൺഗ്രസിന് സംശയമായി. അവർ പുറത്തുചാടാനുള്ള വഴിയാണോ വന്യജീവി വിഷയത്തിലും തെരുവു നായ വിഷയത്തിലും അടിയന്തരമായി നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവർ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPM-ന് ഭയമുണ്ട്, അടുത്ത ഇലക്ഷനിൽ പോയാൽ തീർന്നു. അതുകൊണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം, ഒന്ന്, ഇവിടെ ഹിന്ദു മുസ്ലിം വൈരം ഇളക്കി വിടുക. സംഘപരിവാറിന്റെ അതേ ലൈനിൽ നിന്നുകൊണ്ട് ഹിന്ദു മുസ്ലിം വൈരം ഇളക്കി വിടുന്ന അത്യന്തം ഹീനവും ക്രൂരവുമായ ഒരു സമീപനമാണ് കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇലക്ഷൻ വരുമ്പോൾ മുസ്ലിം ലീഗിനെ നിരന്തരമായി വർഗീയ പാർട്ടി എന്ന് ആരോപിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ നിരന്തരമായി പൈശാചികവൽക്കരിക്കും. എന്തിനവർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ കുറെ ചീത്ത പറഞ്ഞാൽ ഹിന്ദു വോട്ട് മുഴുവൻ അവർക്ക് കിട്ടും. എന്താണ്, കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവനും ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനവും ധരിച്ചു വെച്ചിരിക്കുകയാണോ? 6-7 പ്രാവശ്യം ആവർത്തിച്ചില്ലേ? സഖാക്കൾക്ക് ഇനിയെങ്കിലും ഒരു പുതിയ മാർഗം കണ്ടെത്തിക്കൂടെ? ഈ കേരളത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പുതിയ സ്ട്രാറ്റജി കണ്ടെത്തിക്കൂടെ? നമുക്ക് തന്നെ തോന്നുമല്ലോ, പറഞ്ഞത് പിന്നെയും ആവർത്തിക്കുമ്പോൾ, ഇലക്ഷൻ കഴിയുമ്പോൾ വർഗീയ പിന്തുണ എന്ന് പറയുമ്പോൾ തന്നെ TV ആങ്കർമാർ പറയുകയാണ്, ദാ വന്നു ക്യാപ്സൂൾ എന്ന് കളിയാക്കുകയാണ്, ദാ വന്നു ക്യാപ്സൂൾ എന്ന് കളിയാക്കുകയാണ്. എന്നാൽ പോലും അവർക്ക് പറയാൻ മറ്റൊന്നുമില്ല. ഹിന്ദു മുസ്ലിം സ്പർദ്ധ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവർ ഹിന്ദു മുസ്ലിം സ്പർദ്ധയിലൊക്കെ വിടുവാൻ വേണ്ടി അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി എന്ന് പ്രയോഗം നടത്തി. അമീർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രസക്തൻ അമീർ തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ലീഗിൽ പ്രസക്തൻ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഹസന് കോൺഗ്രസിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്കറിയാമല്ലോ. ഞാൻ ഹസനെ ആക്ഷേപിക്കുകയല്ല. MMS കോൺഗ്രസിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ലീഗിൽ കുഞ്ഞാലിക്കുട്ടി പ്രസക്തനാണ്, ജമാഅത്തിൽ അമീർ പ്രസക്തനാണ്. പക്ഷേ ആ അർത്ഥത്തിൽ കോൺഗ്രസിൽ ഹസൻ പ്രസക്തനാണോ? അല്ല. കാരണം ഹസന്റെ പേജ് പറഞ്ഞാലേ വർഗീയ കോമ്പിനേഷൻ ശരിയാവുകയുള്ളൂ. അതാണ് വിജയരാഘവൻ അഴിച്ചുവിട്ടത്. ആ വിജയരാഘവനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തപ്പോൾ തന്നെ തീരുമാനിച്ചു 8 നിലയിൽ CPM പൊട്ടുമെന്ന്. വിജയരാഘവന്റെ മുഖം കണ്ടാൽ പിന്നെ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വോട്ട് ചെയ്യൂ? നിങ്ങളത് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിവാദം, സ്കോളർഷിപ്പിന്റെ വിവാദം അഴിച്ചുവിട്ടു. മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം എന്ന കല്ലുവച്ച നുണ ഇവിടെ ഇളക്കി വിട്ടു. ശബരിമലയുടെ സമ്പത്ത് മുഴുവൻ പൊതുഖജനാവിലേക്ക് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അഴിച്ചുവിട്ടു. മിണ്ടിയില്ല പിണറായി. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് മദ്രസാധ്യാപകർക്ക് ഒരു നയാപൈസ ശമ്പളം കൊടുക്കുന്നില്ല എന്ന്
തിരുവായ്ക്കെതിരുവായി നിയമസഭയിൽ മൊഴിഞ്ഞത്. ശബരിമല പൈസ എടുക്കുകയല്ല, ശബരിമലയ്ക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞത് നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ആ ഇലക്ഷനിൽ എങ്ങനെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് സൃഷ്ടിക്കാം, എങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് സൃഷ്ടിക്കാം എന്ന അത്യന്തം ഹീനമായ BJP പയറ്റിക്കൊണ്ടിരിക്കുന്ന അതേ തന്ത്രം. പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ 2 രാഷ്ട്രീയത്തിനേ പ്രസക്തിയുള്ളൂ ഇപ്പോൾ: സംഘപരിവാർ രാഷ്ട്രീയം, സെക്കുലർ രാഷ്ട്രീയം. മൃദുഹിന്ദുത്വത്തിന് ഇന്ത്യയിൽ പ്രസക്തിയില്ല. മൃദുഹിന്ദുത്വം കളിച്ചവരെല്ലാം പരാജയപ്പെട്ടതാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ മൃദുഹിന്ദുത്വം കളിച്ചു. കെജ്രിവാൾ എന്തുകൊണ്ട് 8 നിലയിൽ പൊട്ടി? മൃദുഹിന്ദുത്വം കളിച്ചു. ബിജു ജനതാദൾ എന്തുകൊണ്ട് പൊളിഞ്ഞു? YSR കോൺഗ്രസ് എന്തുകൊണ്ട് പൊളിഞ്ഞു? അവരൊക്കെ മൃദുഹിന്ദുത്വം കളിച്ചവരാണ്. മറുഭാഗത്ത് മമത എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു? സ്റ്റാലിൻ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു? കർണാടകയിലെ സിദ്ധരാമയ്യ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു? അവർ ശക്തമായ ഹിന്ദുത്വ വിരുദ്ധ നിലപാട്. അതുകൊണ്ട് CPM അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞവരൊക്കെ പോയി പരാജയപ്പെട്ട അതേ മൃദുഹിന്ദുത്വ ലൈനിലേക്ക് പോയാൽ അതിന് പ്രസക്തിയില്ല. അതിനിവിടെ ആളുകളുണ്ട്. പക്ഷേ BJPയുടെ മൃദുഹിന്ദുത്വ, ഈ കോൺഗ്രസിന്റെ, പഴയ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനമാണ് ഇപ്പോൾ കേരളത്തിൽ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ ചീത്ത പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടും. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദ, മതരാഷ്ട്രവാദ പാർട്ടി നാളെ ഇതാ കേരളത്തെ പിടിച്ചടക്കി താലിബാനാക്കാൻ പോകുന്നു. ഇവരെ ചെറുത്തില്ലെങ്കിൽ എന്താ കോലത്തിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇത് അവർക്ക് ബോധ്യപ്പെടണ്ടേ? മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിൽ ഇവിടെ സുന്നികളുണ്ട്, മുജാഹിദുകാരുണ്ട്, ദക്ഷിണയുണ്ട്. ഇവർക്കൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായ പരസ്പരമുണ്ട്. CPM ധരിച്ചു വച്ചിരിക്കുന്നു ജമാഅത്ത് വിരുദ്ധ ക്യാമ്പയിനിൽ കൂടി ജമാഅത്ത് വിരുദ്ധ മുസ്ലിം വോട്ടുകൾ മുഴുവൻ സമാഹരിച്ചെടുക്കാം. ഈ ഇരട്ട ശ്രീകാല ബുദ്ധിയാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ വടകര വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാഫർ സ്ക്രീൻഷോട്ട്. എന്തുകൊണ്ട്? ഒരൊറ്റ കാര്യം CPM സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, കാഫർ സ്ക്രീൻഷോട്ടിന്റെ ഒറിജിനലിലേക്ക് എന്തുകൊണ്ട് പോയില്ല? റിബേഷ് രാമചന്ദ്രനിൽ എന്തുകൊണ്ടത് അവസാനിച്ചു? കേരളത്തിലെ സൈബർ പോലീസിന് കണ്ടെത്താൻ കഴിയില്ലേ? ഇവിടെ സംശയമാണ്. കേരളത്തിലെ സൈബർ പോലീസിന് കണ്ടെത്താൻ കഴിയില്ലേ? ഒരു ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി അത് ആരാണ് ഇട്ടതെന്നല്ല എനിക്കറിയാം, പലർക്കും അറിയാം. ഞാനിപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥ സൈബർ പോലീസ് പോയാൽ CPMന്റെ ഉന്നതനായ നേതാവ് അതിന്റെ പ്രതിയായി മാറും. അതുകൊണ്ടാണ് പോകാത്തത്. മാഷാ അല്ലാഹ്, നമുക്കെല്ലാവർക്കും അറിയാം. മലപ്പുറത്തെ പറ്റി ഹിന്ദുവിൽ വന്ന ലേഖനത്തിൽ, അഭിമുഖത്തിൽ പറഞ്ഞു മലപ്പുറത്തെ പറ്റി, മലപ്പുറം മയക്കുമരുന്നിന്റെ കേന്ദ്രമാണ്, കള്ളക്കടത്തിന്റെ കേന്ദ്രമാണ്. വിവാദമായപ്പോൾ അത് PR-കാരൻ എഴുതി കൊടുത്തതാണ്. ഇത്രയും ഗുരുതരമായ ഒരു അസംബന്ധം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിലേക്ക് എഴുതി കൊടുത്തിട്ട് അത് ഒരു നിലയ്ക്കും ചോദ്യം ചെയ്യപ്പെടാതെ ഞെളിഞ്ഞ് രഹസ്യമായി നടക്കാൻ കഴിയുന്ന ഒരു PR-കാരൻ ഇന്ത്യയിലുണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? ഹിന്ദു പറഞ്ഞില്ലേ ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. എന്തേ CPM ഹിന്ദുവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല? എന്തേ PR ഏജൻസിക്കെതിരെ കേസ് കൊടുത്തില്ല? വളരെ ആസൂത്രിതമാണിത്. അരിയാഹാരം കഴിക്കുന്നവർ എന്ന അച്യുതാനന്ദൻ, അദ്ദേഹം മരണാസനിലേക്ക്, അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് അരിയാഹാരം കഴിക്കുന്നവർ. ലൗജിഹാദും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഞാനിപ്പോൾ അദ്ദേഹം അത്യാസന്നായ രോഗത്തിൽ കിടക്കുന്നതിനായിരിക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എങ്കിലും അരിയാഹാരം അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് വിവാദമായാൽ തടിതപ്പിയതാണ്. അതുകൊണ്ടാണ് ഹിന്ദുവിനും അറിയാം ഒരു പരിധിക്കപ്പുറത്തേക്ക് മുമ്പോട്ട് പോകാതിരുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ദേശാഭിമാനി എന്നാണ്. ഞാൻ ഹിന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യ വളരെ നല്ല പത്രമാണ്, വളരെ നല്ല പത്രമാണ്. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒന്നാമത്തെ പത്രം ഹിന്ദുവാണ്. പക്ഷേ ചില ആളുകൾ അതിനെ വിമർശിക്കുന്നത് ഇടതുപക്ഷവുമായി, ഇടതുപക്ഷത്തിന്റെ സാമൂഹിക നിലപാടുകൾ, പലപ്പോഴും ആ പൊതു നിലപാടുകൾ, അതിനെ ഹിന്ദു ഉയർത്തിപ്പിടിക്കും. തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലെ CPM അതുകൊണ്ട്
ഹിന്ദുവിന് മുഖ്യമന്ത്രിയെ പിണക്കാനും താല്പര്യമില്ല, മുഖ്യമന്ത്രിക്ക് ഹിന്ദുവുമായി ഏറ്റുമുട്ടാനും താല്പര്യമില്ല. അതുകൊണ്ട് ആരാണിത് എഴുതി കൊടുത്തത്? ആർക്കും അറിഞ്ഞുകൂടാ. കാഫറിൻ സ്ക്രീച്ച് അവിടെ നിന്ന് വന്നു, ആർക്കും അറിഞ്ഞുകൂടാ. മലപ്പുറത്ത് കുട്ടികൾ വിജയിച്ചപ്പോൾ കോപ്പിയടിയാണ് എന്ന് പറഞ്ഞതും നമ്മുടെ അരിയാഹാര സഖാവ് തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ നിരന്തരമായി വർഗീയ വിഷം തുപ്പുന്ന പ്രചാരണങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ ഈ CPM അഴിച്ചുവിട്ടുകൊണ്ട് ഇവിടെ അധികാരം നിലനിർത്താമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഈ സമൂഹത്തിന്റെ സോഷ്യൽ ഫാബ്രിക് മുഴുവനും തകർത്തുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയേ അല്ല. ഈ ആരോപണത്തിൽ മയങ്ങി വീണുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുസ്ലിം സമൂഹത്തിലോ പൊതുസമൂഹത്തിലോ ഒരു പൊതുബോധം രൂപപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷേ CPMകാർ മനസ്സിലാക്കണം, കേരളത്തിലെ അവരുടെ അവസാനത്തെ അത്താണിയാണ്. കേരളത്തിൽ തുടങ്ങിയ ഇലക്ഷൻ CPM രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കാതിരിക്കണമെങ്കിൽ, പിണറായിയിൽ അവസാനിക്കാതിരിക്കണമെങ്കിൽ CPMകാർ അവരുടെ നയനിലപാടുകൾ പുനഃപരിശോധിച്ചേ പറ്റൂ എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ LDF UDF മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഐശ്വര്യമാണ്. അതുകൊണ്ടാണ് കേരള പോലീസിന് ഈ രൂപത്തിൽ വർഗീയതയ്ക്ക് വിട്ടുകൊടുക്കരുത്, സംഘ് പോലീസാക്കി മാറ്റരുത്. അജിത് കുമാർ ആദികൾക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ദർവേഷ് സാഹിബ് പോയി ഇപ്പോൾ വന്നിരിക്കുന്നത് ചന്ദ്രശേഖർ. അദ്ദേഹത്തെ പറ്റി BJPക്കാർ പറഞ്ഞെന്താണ്? അദ്ദേഹം നല്ല DGP ആണ്. കാരണം അദ്ദേഹം IB-യുടെ തലപ്പത്തിരുന്ന ആളാണ്. മുസ്ലിം തീവ്രവാദത്തെ പറ്റി നന്നായി അറിവുള്ള ആളാണ്. കേരളത്തിൽ PFIയും SDPയും ഒക്കെ വിലസുമ്പോൾ ഇവിടേക്ക് പറ്റിയ DGP ആണ് എന്ന് പറയുന്ന ആരാണ്? BJP നേതാവാണ്. എന്തുകൊണ്ട് BJPക്കും CPM-നും ഒരേ DGP താല്പര്യമുള്ള ആളായി മാറുന്നു? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഖാക്കൾക്ക് ബോധമുണ്ടെങ്കിൽ, ചരിത്രത്തിൻ്റെ അവസാനം കുറിക്കാതിരിക്കണമെങ്കിൽ, ഇപ്പോൾ വെറും 3 സീറ്റ് മാത്രമാണ്, വെറും 1.5% വോട്ട് ഷെയർ, 6% നിന്നും 1.5%ത്തിലേക്ക് കൂപ്പുകുത്തിയ അതേ നയവൈകല്യങ്ങൾ, നയവൈകൃതങ്ങൾ അവസാനത്തെ ശ്വാസത്തിലും CPM തുടരുന്നു എന്ന് പറയുമ്പോൾ CPM തെറ്റ് തിരുത്തുകയില്ല എന്നാണ്. പ്രധാനമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയതാണ് ജ്യോതിബാസുവിന്. പക്ഷേ നമ്മുടെ പ്രകാശ് കാരാട്ട് സമ്മതിച്ചില്ല. അതിനുശേഷം ജ്യോതിബാസു പറഞ്ഞു അത് ഹിമാലയൻ ബ്ലണ്ടറാണ്. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ചരിത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ എത്തിയ പാർട്ടിയാണ് CPM എന്ന് പറയാമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ ജാതി അബദ്ധം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ടാറ്റായ്ക്ക് വേണ്ടി ബംഗാൾ പണയം വെച്ച പാർട്ടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായിക്ക് വേണ്ടി കേരളം പണയം വെക്കരുത് എന്ന് കേരളത്തിലെ CPMകാരോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.